Chapter 4.1 Indefinite Integrals. And first topic Antiderivatives. ഈ ഡിഫറൻസിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ് അതിനാണ് ആൻറ്റിഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻ്റഗ്രേഷൻ ആണ്. ആ അർത്ഥത്തിൽ ആൻറ്റിഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ എന്നർത്ഥം. A function capital F is an antiderivative of a function f on an interval I if capital F dash of x is equal to small f of x. So capital F antiderivative ആവണമെങ്കിൽ ആ capital antiderivative of what? Antiderivative of small f ആവണമെങ്കിൽ ആ capital F ന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം സ്മോൾ എഫ്. അതിനാണ് ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഷോ ദാറ്റ് capital F1 of x is equal to x cube, capital F2 of x is equal to x cube plus 1, capital F3 of x is equal to x cube minus pi are anti-derivatives of f of x is equal to 3x square. ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന 3x സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ്സ് ആണ് ക്യാപിറ്റൽ F1, ക്യാപിറ്റൽ F2, ക്യാപിറ്റൽ F3 എന്ന് കാണിക്കണമെങ്കിൽ എന്ത് കാണിച്ചാൽ മതി? ഈ ക്യാപിറ്റൽ F1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സ്മോൾ എഫ് ആയ 3x സ്ക്വയർ കിട്ടുമോ നോക്കിയാൽ മതി. ക്യാപിറ്റൽ F1 എത്രയാ? എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് ഡെറിവേറ്റീവ് എത്രയാ? 3x സ്ക്വയർ. ആ 3x സ്ക്വയർ നമ്മുടെ സ്മോൾ എഫ് ഓഫ് എക്സ്. അതുപോലെ capital F2 ഡെറിവേറ്റീവ് ആണ് 3x square plus 0, that is 3x square, അതാണ് small f of x. Then capital F3 of x എന്ന് പറഞ്ഞാൽ x cube minus pi ആ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x square minus 0, അതിനാണ് small f of x. അപ്പോൾ എന്ത് വന്നു? capital F dash of x is equal to capital F1 dash of x is equal to capital F2 dash of x is equal to capital F3 dash of x is equal to 3x square, that is equal to small f of x for all x in minus infinity to infinity. For all x in minus infinity to infinity. Therefore, by the definition of an antiderivative, small f1, small f2 and small f3 are all antiderivatives of f. f1 ഉം f2 ഉം f3 എന്ന് പറയുന്നത് small f ന്റെ antiderivatives ആണ് കിട്ടി. അത്രേ ഉള്ളൂ antiderivative എന്ന് പറയുന്നത്. Then how about the function g of x is equal to x cube plus 3, x cube plus c. നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ F1 ഉം ക്യാപിറ്റൽ F2 ഉം ക്യാപിറ്റൽ F3 ഉം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എക്സ് ക്യൂബ് കഴിഞ്ഞിട്ട് എന്തൊരു കോൺസ്റ്റന്റ് വന്നാലും അതൊക്കെ സ്മോൾ എഫ് ഓഫ് എക്സ് ആയ 3x സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ്സ് തന്നെയാണ്. കാരണം ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. എന്താ അതിന്റെ അർത്ഥം? g of x is equal to x cube plus c എന്ന് പറയുന്നതിലെ c ഏതൊരു കോൺസ്റ്റന്റ് ആയാലും ശരി അതൊക്കെ ക്യാപിറ്റൽ എഫ് ഓഫ് ക്യാപിറ്റൽ അല്ല അതൊക്കെ എന്താണ്? സ്മോൾ എഫ് ഓഫ് എക്സ് ആയ 3x സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ്സ് ആണ്. അതാണ് ഇനി പറയുന്നത്. നെക്സ്റ്റ് വി ഫൈൻഡ് ക്യാപിറ്റൽ g dash of x is equal to d by dx of x cube plus 3, that is equal to 3x square plus 0, that is equal to 3x square, that is f of x. അപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ g dash എന്ന് പറഞ്ഞാൽ സ്മോൾ f of x ആണ്. So capital G is also an antiderivative of f. ഇപ്പോൾ ഈ പറഞ്ഞ ആശയം നമുക്കൊന്ന് തിയറം ആയിട്ട് പറയാം. If capital F is an antiderivative of small f on an interval I, then every antiderivative of small f on I has the form capital G of x is equal to capital F of x plus c. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ കൂടെ ഏതൊരു കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിന്റെ ആന്റിഡെറിവേറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഏതൊരു കോൺസ്റ്റന്റ് എടുത്താലും അതെല്ലാം സ്മോൾ എഫിന്റെ ആന്റിഡെറിവേറ്റീവ്സ് ആയിരിക്കും. എക്സാമ്പിൾ,
സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എടുത്തു. ഇനി ഈ സ്മോൾ എഫ് ഓഫ് എക്സിന്റെ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഷോ ദാറ്റ് capital F of x is equal to small x is an anti-derivative of small f on minus infinity to infinity എന്ന് കാണിക്കണ്ടേ. ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് അല്ലേ 1? 1 എന്ന് പറയുന്നത് അല്ലേ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 കണ്ട. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ആ 1 എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഡെഫിനിഷന്റെ ആന്റി ഡെറിവേറ്റീവ് ഡെഫിനിഷൻ പ്രകാരം എന്തായി? f is an antiderivative of small f. Find all the derivatives of f. So f of small f of x is equal to, find all the derivatives of 1. Find all the antiderivatives of small f. Small f എന്ന് പറഞ്ഞാൽ 1 ആണ്. കണ്ടുപിടിക്കേണ്ടത് 1 ന്റെ ആന്റിഡെറിവേറ്റീവ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 ന്റെ ആന്റിഡെറിവേറ്റീവ്സ് അതെന്താണെന്ന് നമുക്കറിയാം. ഒരു ആന്റിഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട് സ്മോൾ എക്സ്. അപ്പോൾ ഇനി അതിന്റെ എല്ലാ ആന്റിഡെറിവേറ്റീവ്സും എന്തിന്റെ ഫോമിലായിരിക്കും? ആ സ്മോൾ എക്സ് പ്ലസ് സി ഫോമിലായിരിക്കും. സോ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് പ്ലസ് സി ഈസ് ദ that is antiderivative has the form capital G of x is equal to small x plus c, where c is an arbitrary constant. Then indefinite integral. The process of finding all antiderivatives of a function is called antidifferentiation. നാം തൊട്ടുമുമ്പ് കണ്ടത് ഒരു ആന്റിഡെറിവേറ്റീവിനെ കുറിച്ചാണ്. The process of finding all antiderivatives, എല്ലാ ആന്റിഡെറിവേറ്റീവ്സിന്റെയും കണ്ടുപിടിക്കാനുള്ള ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് antidifferentiation or integration. We can view this process as an operation on a function f to produce the entire family of antiderivatives of f. The integral operator is denoted by the integral sign. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേറ്റർ ആണ്. നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ട് കാണും. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേറ്റർ ആണ്. അതുപോലെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. The process of integration is integral. ഇത് നോക്കിയേ, സ്മോൾ എഫ് ആണ്, ക്യാപിറ്റൽ എഫ് is the antiderivative of f, antiderivative of small f. Antiderivative എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേഷൻ. അപ്പോൾ antiderivative of small f എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ്. ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് എന്താണ്? അതാണ് ക്യാപിറ്റൽ എഫ്. സോ ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. നോക്കണം, ക്യാപിറ്റൽ എഫ് is the antiderivative of small f. Antiderivative of small f എന്ന് പറഞ്ഞാൽ antiderivative എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ഓഫ് സ്മോൾ എഫ് അതാണ് ക്യാപിറ്റൽ എഫ്. അതല്ലോടെ എഴുതിയിട്ടില്ലേ? ഇന്റഗ്രേഷൻ ഓഫ് സ്മോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. തൊട്ടുമുമ്പ് നമ്മൾ കണ്ടു, ഏതൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും അത് തന്നെയായിരിക്കും, അതിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. വിച്ച് ഇസ് റീഡ് ആസ് indefinite integral of f of x with respect to x. ഇതെങ്ങനെ വായിക്കേണ്ടത്? indefinite integral of f of x with respect to x equals f of x plus c. The function small f to be integrated is called integrand. ഇതൊക്കെ പ്ലസ് ടു പഠിച്ചുള്ള കാര്യങ്ങളാണ്. The function small f to be integrated is called the integral. The differential dx remind us that the integration is performed with respect to variable x. The function capital F is an antiderivative of small f and the constant c is called the constant of integration. Basic rules of integration. പ്ലസ് ടു പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് മാത്രം നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് is equal to 0. So integral of constant is integral of 0 is equal to a constant. d by dx of extension is equal to n extension minus 1. So integral of extension is equal to extension plus 1 by n plus 1 when not is equal to minus 1. Derivative sin x is equal to cos x. Integral of cos x is equal to sin x plus c. ഇതൊക്കെ പ്ലസ് ടു പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് അതിലുള്ള പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.